ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ. അതുകൊണ്ട് മാമൻ വിഷമിക്കണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ ബാ മാമ ബാ. ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ, അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. നീ എന്തിനകത്തോട്ട് വന്നത് കണ്ടില്ല? ലക്ഷ്മി ലക്ഷ്മി, ലക്ഷ്മി. ഞാൻ കുളിക്കാ. ഓ സമാധാനമായി. അവള് കുളിക്കോ? നീ പൊയ്ക്കോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല ഡ്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി. അത് നേരെ ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ ബൾബ് മാറ്റിയിടാനൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ്? അല്ല എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ ചെന്നാട്ടെ. കുഞ്ഞെന്താ ഇന്ന് കാണിച്ചിരിക്കുന്നത്? അകത്തോട്ട് കയറി ചെന്നാട്ടെ. നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല ഞാൻ കുഞ്ഞകത്തോട്ട് കയറുന്നത് നോക്കുമായിരുന്നു. ചെല്ലേ. ഓ ചെല്ലടാ. കൊച്ചമേ എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു. തറയല്ലോ? ആ തറയല്ലേ, ഞാൻ കണ്ടതാ. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏയ് എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. അത് സാരില്ല. തെറ്റിയത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. എടാ മണ്ട, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവും ആയ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്. നല്ല ഉറക്കോ. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. നമുക്ക് തുറക്കണം. എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത് തോറ്റു? ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ ഇതെന്ത് പറ്റി? മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ. ആ അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല. അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ. കാര്യം എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നുറങ്ങടാ. പോകാൻ ആരായിരിക്കും? ആരാന്ന് ചോദ്യം.
ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും കൂടി ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? ആ, കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ, അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ ഇഞ്ഞ് വന്നേ, ഇഞ്ഞ് വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ? മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ, വൃത്തികേട് പറയില്ലേ. ഭാര്യ വേണമെന്ന് കണ്ടു, കുറച്ചു നോക്കിയപ്പോ കണ്ടു. മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ എല്ലിയാനൂരും. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട. സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. എന്താ വേലു, മോന്തയ്ക്ക് പട്ടി അടിച്ചോ? ഓ, ഏത്തപ്പഴം. തനിക്കെഴുതി കൂടോ? അക്ഷരാഭ്യാസം ഇല്ല അല്ലേ? ആ, പറ. കൊച്ചുവേളിയിലെ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി. കൊച്ചുമുതല കൊച്ചുമുതലാളി. കൊച്ചുമുതലാളി മഹാ തെണ്ടിയോ? ഓ, മഹാഭാഗ്യം. മഹാവിഷ്ണു. തെണ്ടിയോ? തെണ്ടിയൊന്ന് വിളിക്കണ പട്ടി. ഒരു കാരണവുമില്ല. വേണ്ട, പോട്ടാ. അപ്പൊ അതാര്? ബാലേട്ട. കാഴ്ച പോയതാ, കാഴ്ച പോയതാ. ആ കാഴ്ചല്ല, കരട് പോയതാ. ഇത്രയുള്ള ഒരു കരട്. ഇത്ര ഉള്ള കരടോ? ഇത്രയില്ല, ഇത്രയും. ഇത്രയോ? ഇത്രയും. അതിൽ കുറയില്ല. അതിനും കുറയില്ല. മനസ്സിലായി. ചോദിച്ചു പിന്നെ കുത്തി കുത്തി ചോദിച്ചു. പെണ്ണുങ്ങളെ അവന്റെ ഈ കരടെടുപ്പ് അത്ര ശരിയല്ലല്ലോ. ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു, എന്നെ അവർ പിടിച്ച് പുറത്താക്കുന്നു. കല്യാണം കഴിച്ചുകൊണ്ടാണ് അവർ പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു. മൊത്തത്തിലൊരു കളി, അത്രേ ഉള്ളൂ. ഇതൊക്കെ ശരിയാവോ? എനിക്ക് പേടിയാവോ? ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. നീ കാറിലിരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പെണ്ണ് പൂമാല. ദൈവമേ, കൊച്ചുമൈലാലിയുടെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഉണ്ണിക്കുട്ടി കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞു. പെണ്ണും പൂമാലയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ വെക്കണം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ, സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ചക്കുട്ടിയാ. ആ, എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ. കോമലിന്. കോമളാ, എത്തിപ്പോയി.
വാടാ, ദേ നിൽക്കുന്നു നിന്റെ ആർച്ചക്കുട്ടി. നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നുവെന്ന് അറിയാമോ? ഐ ലവ് യു. என்னாச்சு? யார் இந்த திருட்டு பசங்க? யார் நீ? அசோகன் அழியமார். அழியாவது கிளியாவது எவனாயிருந்தா எனக்கு என்ன? இங்கு நான் சொல்றதா சட்டம், புரிஞ்சுதா? நான் யார் தெரியுமா? வீரபாண்டிய குலோத்துங்க மல்லன். ஜூஸ் மேசப்படுத்து வைக்க. வக்கீல் சார் கூப்பிடுறாரு. வக்கீல் சார் கூப்பிடுறாரு. கூப்பிடு. வக்கீல் சார் கவுனிடாருல்லே. அடச்சி, சூட்ட சோம்பேறி பசங்களா. கூப்பிடுறது என்ன தெரியல, சாப்பிடுறது என்ன தெரியல. எழுதுறியா சாப்பாடுற மக்களா? வாயாகிட வாயாகிட. വക്കീൽ ഒരു പണിയില്ല. വക്കീല് വേട്ടയ്ക്ക് വിളിച്ചതാണോ? ഞങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല. ആ ചട്ടി എടുക്ക. ആ ചട്ടി എടുക്കാൻ. ഞാൻ വാരിക്കുഴി അശോകന്റെ അളിയനാണ് പെരുവഴി. ആരായാലും ചട്ടി എടുക്കോ. താനാ കാർ കഴുക. ഞാൻ അശോകന്റെ മൂത്ത അളിയനാ. സത്യഭാമടെ തനിക്ക് ബൂസ്റ്റ് വേണം. എനിക്ക് ബദാം ജ്യൂസാ. എനിക്കാണ് ബൂസ്റ്റ്. ആദ്യം മേലണെങ്കിൽ പണിയെടുക്കാൻ പഠിക്കണോ? മുടിഞ്ഞ ഏർപ്പാടായി പോയി. എന്താ പറഞ്ഞേ? തന്നെ പോട്ടുകിട്ട് വന്ന് ഗലാട്ടാവാ പണ്ടിരിക്ക. പോക വെളിയില. ചോദിക്കാം. പോടാ നീർക്കോലി. നല്ല മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അമ്മാവിന്റെ മോന്റെ കണ്ണ് രണ്ട് ഞാൻ ചൂർന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായം ഒന്നും വേണ്ട. സ്വന്തം ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം, പറഞ്ഞു തരാം. നീ തന്നെയാണോ എന്റെ ശത്രു? ഇപ്പോ വേണ്ടേ? ഹലോ, വരണം. ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോൺ എഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെയായിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണം വെക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ. തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാർ 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധിക നാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലി എന്ന് പറഞ്ഞുവിടോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. ഓ, കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി.
ഈ കട ഒന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ പണിക്കരേട്ടനോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുമായിരുന്നു. വരട്ടെ. പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. ആയിക്കോട്ടെ. ഇത് വെച്ചോ. അത് ശരി. ആ വരണം വരണം. കല്യാണവും കഴിഞ്ഞ് ആദ്യരാത്രിയും കഴിഞ്ഞ് ആകപ്പാടെ കുലുങ്ങി മറിഞ്ഞ് സാറിങ് എത്തിയെന്ന് കേട്ടു. വിവാഹത്തിന് എന്നെ ക്ഷണിച്ചില്ല. വിവാഹം കഴിഞ്ഞൊന്ന് അനുമോദിക്കാൻ ഒരു ക്ഷണക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. സാർ ഇരിക്കണം. ഇരിക്കണമെന്നില്ല. സാർ എന്തിനാ വിളിപ്പിച്ചത്? തന്നെ കൊണ്ടൊന്ന് ചികിത്സിപ്പിക്കാൻ വിളിപ്പിച്ചതാ. ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ അറിഞ്ഞൊന്ന് ഇരുത്തിയില്ലേ താൻ? ചികിത്സയൊക്കെ എവിടം വരെ ആയി എന്നൊന്ന് അറിയാൻ വിളിപ്പിച്ചതാ. നമുക്ക് പിന്നെ സംസാരിക്കാം, ഇവിടെ വെച്ച് വേണ്ട. ഒരു വെറ്റിനറി ഡോക്ടറെയും കേട്ടി യൂണിയൻകാരെ മുഴുവൻ സൗജന്യമായി ചികിത്സിപ്പിക്കാം. അയ്യയ്യേ, വേണ്ട നേതാവേ. ആ കുട്ടി എനിക്കറിയാം. നല്ല കൈപ്പുണ്ടുള്ള ഡോക്ടർ അവര്. എന്റെ ഭാര്യ വീട്ടിലെ കോഴിക്കുഞ്ഞിനെ പരുന്തറാഞ്ചി. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി തള്ളക്കോഴി പിറകെ പറന്ന് മരത്തിലിടിച്ച് നിലത്ത് വീണ് കാലൊടിഞ്ഞു. ആ കാലിന് പ്ലാസ്റ്റർ സാറിന്റെ ഭാര്യ. 4 ദിവസം കോഴി ആശുപത്രി കിടന്നു. ഓഹോ, എന്താ സംശയം? ആ കോഴി അതിനുശേഷം 2000 മുട്ടെങ്കിലും ഇട്ട് കാണും. അത്ര കൈപ്പുണ്ടുള്ള ഡോക്ടറാ. ഇനിയും കിടന്ന് ചിലച്ചാൽ താൻ അതിലും കൂടുതൽ മുട്ടയിടും. കുറെ നാറുകളുടെ പിൻബലം ഉണ്ടെന്ന് വെച്ച് ഇവിടെ കയറി വന്ന് എന്നെ വിസ്തരിക്കാൻ താൻ ആരോട്? വിദ്യുച്ഛക്തി മന്ത്രിയോ? അതോടെ പുല്ല്. ഞാൻ ആരെയും നീ ആരാണെന്ന് എന്റെ വിചാരം? നിന്നെ ഞാൻ ശരിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി പറയടാ. പറഞ്ഞാ താ എന്ത് ചെയ്യണോ? ഇവന് മാറ്റി തരണം. സാറേ ഇതാണ് എന്റെ അച്ഛൻ, ചെലവിന് തരാത്ത കഞ്ചൻ. ഇന്ന് ഓമനക്കുട്ടന് കിട്ടും, നോക്കിക്കോ. ഓ കിട്ടാനൊന്നുമില്ലേ? നമുക്ക് കാണാലോ. കാണാനെന്തുവാ? കൊന്നുകളയോ അവൻ? ആ 3 കാര്യസ്ഥന്മാരും ഓമനയെ വെറുതെ വിടുന്ന വിചാരം? ചേടാ അതിന് ഞാനെന്ത് കുറ്റം ചെയ്തെന്നാ? ഇപ്പൊ സമയം എത്രയായെന്നറിയോ? പതിവിലും 1 മണിക്കൂർ വൈകിയല്ലേ ഓമന എത്തിയത്? എന്ന് പറഞ്ഞാൽ എന്റെ ലൈലെ പല പല ജോലികളല്ലേ ലൈലെ? ഓരോന്ന് ഒതുക്കാതെ വരാൻ പറ്റുമോ? അവിടെ മാരുണ്ടി ചെന്നാലും കിട്ടുമല്ലേ? ആ 3 സ്കട്ട് മിസൈലുകളാ. ഓ സ്കഡ് മിസൈൽ ആണെങ്കിലേ ഞാൻ പേട്രിയോട്ട് മിസൈലാ കേട്ടാ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ. നീ ഞങ്ങളെ പറ്റി എന്താ ധരിച്ചത്? നിനക്ക് തോന്നുമ്പോ കയറി വരാനും തോന്നുമ്പോ ഇറങ്ങി പോവാനും ഇതെന്താ സത്ര? മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ അങ്ങ് വരട്ടാതെ കോശി സാറേ കേട്ടാ. ഞാനും ഈ നാട്ടുകാരൻ തന്നെ. പിന്നെ കോട്ടുളിക്കാരും കുതിരവട്ടക്കാരും അത്ര മോശക്കാരും ഒന്നുമല്ല. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം, അതാ എന്റെ മര്യാദ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മര്യാദ എനിക്കിതാ. ഞാൻ കുറെ മര്യാദ ഒരു ചാക്കി കെട്ടി നിനക്ക് അങ്ങോട്ട് തരാം. അതെ, നീ ഒരു ചെത്തുകാരനാ. ചെത്തുകാരന്റെ നിലയ്ക്ക് ഉണ്ടാ മതി. ഓഹോ, അപ്പൊ എല്ലാരോടെ ചേർന്ന് എന്നെ ഭരിക്കാൻ നോക്കല്ലേ? അയ്യേ, അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. അധികം വിളച്ചിൽ എന്നോട് കാണിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ഈ വെട്ടിപ്പ്, തട്ടിപ്പ്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ ചെന്ന് കുറുപ്പത്തോട് പറഞ്ഞു കൊടുക്കും. നീ പറയൂല്ലേ? ആ എന്തോന്ന് എനിക്കറിയില്ല. ചേട്ടൻ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നു. പിന്നെ ഇത് രാകേഷും രമേഷിന്റെ കത്താണ്. ഇതാ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്തിട്ട് വേഗം കൊണ്ട് വാ. മര്യാദക്ക് പോസ്റ്റ് ചെയ്ത് വരുന്നതാണ് നിനക്ക് നല്ലത്. നല്ലതാണ് ചീത്തയാണ്, പോയിട്ട് വേഗം വാടോ. അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ
വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്? എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു, ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. അതെ. ചുമ്മാ നിനക്കെടുത്താ പോണോ ഇവിടുന്ന്? ഇന്നത്തെ കാലത്ത് വിരലും വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല. പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി. നീയായിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ. അതെങ്ങനെ കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്? അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ. അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കാൻ. അത് ഓതിനല്ല, 50 രൂപ ചുളവാളെ എണ്ണി വാങ്ങിക്കാമല്ലോ. വേണ്ട വേണ്ട, നീയായിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീന്റെ പാടിട്ടു. തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കുക. ഇരണിയിൽ ചിന്നപ്പ. ആ മലാണ്ട ഇരളിയിൽ ചെന്നപ്പ. ആനന്ദപത്മനാഭൻ സാർ പറഞ്ഞിട്ട് വന്നതാ. സന്തോഷം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് അനന്തപത്മനാഭൻ സാറ്. വണ്ടി അയക്കുന്നു പറഞ്ഞാൽ അയക്കില്ല, അയക്കില്ല എന്ന് പറഞ്ഞാൽ അയക്കും. ரொம்ப സന്തോഷം. ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചേരിക്ക് പോവാം. ரொம்ப ரொம்ப സന്തോഷം. ഇളിച്ച് കാണിക്കാതെ അടിക്കണു. അടിച്ചോണ്ടിരിക്കുമല്ലോ പിന്നെ. പെട്ടിയാണേ എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ. നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറയുന്ന കേട്ടില്ല, അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. കാറ്റിന്റെ